ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് പിരിയുകയാണ്. എല്ലാവരെ പോലെ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. അവർക്കും ഇവിടെ നിന്ന് പിരിയുന്നത് തീർച്ചയായും ദുഃഖമുണ്ടാകും. ഒരുപാട് വർഷം നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളിലെ ഒരാളായി നിന്ന് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ ഉള്ള ഒരു വേദന അത് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. നമുക്കറിയാം, ഈ ഒരു വർഷത്തിന്റെ അവസാനത്തെ ഒരു ദിനമായതുകൊണ്ടാണ് നമ്മളൊരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടത്തിയത്. അതിന്റെ കാരണം കൃത്യമായിട്ട് നമുക്കറിയാം. അതിനോടുകൂടെ നമ്മുടെ ഈ ഒരു ദിനത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ ഇവരെക്കാൾ ഉത്തമരായ ആളുകളില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കിട്ടില്ല. എന്തായാലും നിങ്ങൾ ആരും പറയാത്തൊരു സ്വമേധയ ഇതിന് തയ്യാറായി. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പോകുന്ന പലഹാരങ്ങളല്ലേ, സ്വന്തം ഉണ്ടാക്കിയതോ മാനക്കൊണ്ട് ഉണ്ടാക്കിയതാ? ഉണ്ടാക്കിയാണെങ്കിൽ വളരെ വളരെ സന്തോഷം. നിങ്ങൾ ചെറുതായിട്ട് ടേസ്റ്റൊക്കെ നോക്കി പോയിക്കോളാം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ 3 ആള് പിന്നെ സുരേഷ് മാഷന്റെ 4 പേരാണ് ഈ സ്കൂളിൽ നിന്നും, 2 പേര് ഐശ്വര്യയിൽ നിന്നും, അങ്ങനെ 6 അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് പഠിയിറങ്ങുന്നത്. 56 വയസ്സായ മോഹൻ എല്ലാവർക്കും അറിയാറില്ലേ. നിങ്ങൾ 9-ലെത്തി, അടുത്ത കൊല്ലം 10ആണ്. 10 കഴിഞ്ഞിട്ടും ഈ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റുക? സർക്കാർ അനുമതി നൽകുക? ഇല്ല. മാർക്കുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ ഹയർ സെക്കൻഡറി കൊടുക്കാൻ അഡ്മിഷൻ, ബാക്കിയൊക്കെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ പോയി പഠിക്കേണ്ടത്. അത് നിയമമാണ്. അതേപോലെ 56 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ജോലി ചെയ്യാൻ അർഹതയില്ല. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ തുടർന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹം, അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യും. പിന്നെ പുതിയ താരങ്ങൾ, പുതിയ അധ്യാപകരെ കടന്നു വരിക, അത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ. നിങ്ങളിപ്പോ 9ാം ക്ലാസ്സിൽ അതിന്റെ അവസാന ദിവസത്തിലാണ്. പരീക്ഷ നന്നായിട്ട് എഴുതുക. അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിൽ, അതായത് നമ്മളിതുവരെ എഴുതുന്ന, ഈ കൊല്ലം എഴുതാൻ പോകുന്ന ഇതുവരെ എഴുതിയ പരീക്ഷ പോലെ എല്ലാ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഒരു പ്രധാന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ് പേര്? SSLC അല്ലേ? എന്റെ ഫുള്ളൊക്കെ അറിയുന്നവർക്ക് അടുത്തത് എഴുതേണ്ടവരല്ലേ? SSLC ഒരു എസ് സ്കൂൾ തന്നെയാണ്. പിന്നെ എസ് ഇല്ലേ? എന്താണ് നമ്മൾ LP UP പഠിക്കുമ്പോ LP UPന്റെ ഫുൾ എന്താണ്? LP എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ LP അല്ലേ? അതിന്റെ ഫുൾ ഫോം എന്താ? ക്ലാസ്സിലെത്തി അവധിയിലാണ്. ഞാൻ പറഞ്ഞ LP എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈമറി, UP എന്ന് പറഞ്ഞാൽ അപ്പർ പ്രൈമറി. രണ്ടിലും ഏത് വാക്കുണ്ട്? പ്രൈമറി. 7 വരെ നമ്മുടെ കേരളത്തിൽ പ്രൈമറിയാണ്. പിന്നെ സെക്കൻഡറിയാണ്, 8 മുതൽ സെക്കൻഡറിയാണ്. 10 കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയാണ്. അപ്പൊ ഒരു എസ് ഏതിന്റെയാണ്? സെക്കൻഡറി. അപ്പൊ എസ് സെക്കൻഡറി സ്കൂള്, മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റ് ഈ പരീക്ഷ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രധാന എസ് അല്ല വരിക, സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ സി ആണ്. പിന്നെ ഒരു വാക്ക് കൂടി ഉണ്ടായില്ല, ഒരു എല്ലുണ്ട്. ഒരു കൊല്ലം എല്ലില്ലാതെ SSC മാത്രമല്ല, അതുപോലെ അതായത് നിങ്ങളൊരു ദിവസം അവധിയൊക്കെ എടുക്കുമ്പോൾ വരാതിരിക്കുമ്പോൾ ഒരു കത്ത് കൊടുക്കാൻ ലീവിലെടുക്കും അല്ലേ? ലീവ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് അവധി എന്നുള്ള അർത്ഥമുണ്ട്, ഒന്ന് വിട്ടുപോവുക, പിരിഞ്ഞു പോകാന്നുള്ള അർത്ഥമുണ്ട്. ലെഫ്റ്റ് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. സ്കൂള് പിരിഞ്ഞ്, സെക്കൻഡറി സ്കൂൾ പിരിഞ്ഞു പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ലീവിങ്. അപ്പൊ SSLCന്റെ ഫുൾ എന്തായി? സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്. അത് വാങ്ങിയിട്ടാണ് നിങ്ങൾ പോകാതിരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും സൂക്ഷിക്കേണ്ട ഒരു രേഖയാണ്. മറ്റു രേഖമായില്ല. മറ്റു സർട്ടിഫിക്കറ്റ് ഒന്നും ഇത്രയും ആളുകളുടെ മുന്നിൽ പിന്നെ കാണിക്കേണ്ടി വരില്ല. നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് ചേരുമ്പോൾ വേണം, വേറെ ഏതെങ്കിലും ഡിഗ്രിക്ക് പോകുമ്പോൾ വേണം, ജോലിക്ക് പോകുമ്പോൾ വേണം, ഒരു പാസ്പോർട്ട്. ചിലവർ സ്വന്തം ഗൾഫിൽ പോകണമെന്നാണ്. അപ്പൊ പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? അത് എടുക്കണമെങ്കിൽ വേണം. വേറെ എന്തിനും അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഒറ്റക്കാവല് ജീവിക്കാം. ഒരു അല്ലെ 18 വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനപ്പുറം വയസ്സൊക്കെ ആയാലും വിവാഹിതരാകും. വിവാഹം ചെയ്താൽ അത് പോയി രജിസ്റ്റർ ചെയ്യണം. അപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ മരിക്കോളം വേണ്ട രേഖയാണ് അടുത്ത കൊല്ലം നിങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന് നല്ല ഗ്രേഡ് വരണം. അപ്പൊ മാർക്കല്ല അതിൽ വരും. ഏതാണ് ഗ്രേഡ്? A+, A, B+ എന്നൊക്കെയുള്ള ഗ്രേഡാണ് വരും. നല്ല ഗ്രേഡ് വരേണ്ടതില് അതിന് എന്ത് വേണോ? പഠിക്കണം. എപ്പോ പഠിക്കണോ? പരീക്ഷ SSLC ആകുമ്പോൾ മതിയാ. ഈ 9ന്റെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള പുസ്തകം മിക്കവാറും അടുത്ത ഈ മാർച്ചിൽ തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ്.
സ്റ്റോക്കുള്ള തീരോളം കൊടുക്കും. അപ്പോൾ മുൻകൂട്ടി ആദ്യ ദിവസം മുതൽ തന്നെ 27 മാർച്ചിൽ ഒരു 3 ദിവസങ്ങൾ ആഘോഷിച്ചോളി. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസിന്റെ പരീക്ഷയിലേക്ക് മാത്രം തുടക്കത്തിൽ തന്നെ പഠിച്ചു പോയാൽ ഒരു ഭാരം കാണും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചാക്ക് അരി കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ ഈ ചാക്ക് മൊത്തം നിങ്ങൾ ചോറ് വെച്ച് തിന്നെ പറ്റുമോ? എന്നാൽ നിങ്ങൾ ഒരു കൊല്ലം ഒരു ചാക്കല്ല 2 ചാക്ക് ചോറ് തിന്നുന്നുണ്ടാവും. എങ്ങനെ ഓരോ ദിവസം അൽപ്പാർക്കും അല്ലേ? അതൊരു ഭാരം തോന്നുന്നുണ്ടാ? ഇട്ടാഞ്ഞാലാണ് ഇടങ്ങറില്ലേ? എല്ലാവരും ചോറ് ഇട്ടാഞ്ഞാലും കിട്ടില്ല. അതേപോലെയാണ് പഠനം. ഒന്നിച്ചാർക്ക് പറ്റും. കുറേശ്ശെ പഠിച്ചു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നല്ല മാർക്കുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് തന്നെ നിങ്ങൾ പോകാന് നിങ്ങൾക്കൊക്കെ മുൻകൂട്ടി ഞങ്ങളുടെ വിജയാശംസകൾ നേടിയാണ്. നിങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന ഇങ്ങോട്ട് വാ. 10ാം ക്ലാസ്സിലെ 2 മാസവും ഇനിയുള്ള ദിവസങ്ങൾ കഠിനമായ പ്രയത്നത്തിന്റെ ദിവസമാണ്. മാഷ് പറഞ്ഞത് നിങ്ങളിപ്പോ തന്നെ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ആസിഫ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫുൾ A+ വാങ്ങിയിട്ടാണ് പോവുക. ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ വാങ്ങാൻ കഴിയുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളും കൂടി തീരുമാനിച്ചാൽ മതി. നമ്മള് 8ാം ക്ലാസ്സിൽ നമുക്ക് എണ്ണ കുറച്ച കരണ്ടി എന്നുള്ളൊരു പാഠം പഠിക്കാണ്ടായി. എണ്ണ പഠിപ്പിച്ചെന്ന് അതായത് ജീവിതത്തില് സുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിക്കുമ്പോഴും ഒരു തുള്ളി എണ്ണ മനസ്സിൽ സൂക്ഷിക്കണം എന്നായിരുന്നു അതിന്റെ ഒരു അന്തസത്ത. അപ്പൊ നമ്മള് പൂർണ്ണമായിട്ട് സാന്റിയാഗോ പോകുമ്പോ എണ്ണ തുളുമ്പി പോവുകയാണ്. ഏകാഗ്രത ഇല്ലാത്തതായിരുന്നു അതിന്റെ കാരണം. അപ്പൊ ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു സന്ദേശം. അതേ നോവലിൽ തന്നെ പൂർണ്ണമായി നിങ്ങൾ വായിച്ചവരാരെങ്കിലും ഉണ്ടാവും. പൂർണ്ണമായി വായിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് സ്ഥലത്തിലേക്കാണ്. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ഇടയബാലൻ ആടിനെ മേച്ചടക്കുന്ന ഒരു കുട്ടി നിധി അന്വേഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ് ആ നോവൽ. അങ്ങനെ പുറപ്പെട്ട് ആടിനൊക്കെ വിറ്റ് കുറെ നാടുകൾ തെണ്ടി ഈജിപ്തിന്റെ പിരമിഡുകളുടെ നാട്ടിലൊക്കെ ചെന്ന് അവിടെ നിന്നൊക്കെ നിധി കിട്ടാതെ നിരാശനായി മടങ്ങിയിട്ട് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വരിക. എവിടുന്നാണോ യാത്ര തുടങ്ങിയത് ആൾ തിരിച്ചെത്തുക. അവസാനം അയാളുടെ കയ്യിലുള്ള മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിരാശയോടുകൂടി മാറുന്ന സമയത്ത് അവിടെ നിധി കണ്ടെത്തുക. ആ നിധി അന്വേഷിച്ചിട്ടാണ് അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. അപ്പൊ നിധി എവിടെ ഉണ്ടായിരുന്നു? അയാളുടെ കാൽക്കീഴിലാണ്. അതേപോലെ ജീവിതത്തിന്റെ നിധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ തീരുമാനം എടുത്താൽ മതി. എനിക്ക് ഫുൾ A+ വാങ്ങണം, എനിക്കത് കഴിയോ, എനിക്ക് പറ്റൂല എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടില്ല. പക്ഷെ നമ്മൾ കഴിയുമെന്ന് തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ എന്തായിത്തീരണം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ തന്നെ ഒരു കൃത്യമായ തീരുമാനത്തിലെത്തിയിട്ട് 10ാം ക്ലാസും +1ഉം +2 ഒക്കെ കഴിയുമ്പോഴേക്ക് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അപ്പൊ നമുക്കൊരു സ്വപ്നം ഉണ്ടാവും, ജീവിതത്തിൽ ആരായിത്തീരണം. സ്വപ്നം ഉണ്ടായാൽ മാത്രം പോരാ, ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യണം, പരിശ്രമിക്കണം, പണിയെടുക്കണം. അപ്പൊ നമുക്ക് നിധി കണ്ടെത്താൻ കഴിയും. നിധി നമ്മുടെ മനസ്സിലാണ്. മനസ്സിന്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടതെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവണം. ഇങ്ങനെ വിജയം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ കഴിയട്ടെ. എല്ലാവർക്കും പൂർണ്ണമായി A+ വാങ്ങാൻ കഴിയട്ടെ.